എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 50 ഹോട്ട് ടോപ്പിക്സ് എടുത്തിരിക്കുകയാണ്. വരാൻ പോകുന്ന എല്ലാ എക്സാമുകളും, പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും എല്ലാത്തിനും തീർച്ചയായിട്ടും ഈ 50 ടോപ്പിക്കുകളിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ഏറ്റവും കൂടുതൽ ടോപ്പിക്കുകൾ ഏത് മേഖലയിൽ നിന്ന് വന്നിരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് 50 ഹോട്ട് ടോപ്പിക്സ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇപ്പോൾ 3 ക്ലാസ്സുകൾ കാണാത്തവര് 3 ക്ലാസ്സുകൾ കാണുക കേട്ടോ, ഒപ്പം വരിക കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക് നീതി ആയോഗാണ്. കാരണം ഇതിനു മുമ്പ് 3ാമത്തെ ടോപ്പിക് എടുത്തത് ആസൂത്രണ കമ്മീഷനാണ്. അപ്പൊ 4ാമത്തേത് ഏതാണ്? നീതി ആയോഗാണ്. അപ്പൊ ആ നീതി ആയോഗിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്നിട്ട് ന്യൂ SSCRT നീതി ആയോഗിനെ കുറിച്ചിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് പഠിക്കണം. കറന്റ് അഫെയറിൽ നീതി ആയോഗിനെ കുറിച്ചിട്ട് എന്താ പഠിക്കാനുള്ളത് അത് പഠിക്കാം. അപ്പൊ നീതി ആയോഗ് എന്തായി? അവിടെ കംപ്ലീറ്റ് ആയി കേട്ടോ. അപ്പൊ നമുക്ക് നോട്ട്സിലുണ്ട്, ഇതിന് അടുത്ത സ്ലൈഡിൽ നോട്ട്സ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്താണ് നീതി ആയോഗ് എന്ന് പറയണം. അതായത് എന്താണ് നീതി ആയോഗ്? 1950 മാർച്ച് മാസം 15-ാം തീയതി നമ്മുടെ ഇന്ത്യയില് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ആസൂത്രണ കമ്മീഷൻ? എന്തിനാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്? അതായത് ഭാവിയിൽ, അതായത് 5 വർഷക്കാലം നമ്മുടെ ഇന്ത്യയില് നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ് നടപ്പിലാക്കിയത്. അതിന് നേതൃത്വം കൊടുത്തത് ആസൂത്രണ കമ്മീഷനാണ്. എന്നാൽ 2015 ജനുവരി മാസം 1-ാം തീയതി ആയ സമയത്ത് ആസൂത്രണ കമ്മീഷന് പകരമാണ് ഏത് വന്നത്? നിതി ആയോഗ് നിലവിൽ വന്നത്. മനസ്സിലായോ? നീതി ആയോഗ് നിലവിൽ വന്നത്. നീതി NITI ആണ് കേട്ടോ. ഇതിന്റെ ഫുൾ ഫോം അടക്കം പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. അപ്പോ അത് മനസ്സിലായല്ലോ. 2015 ജനുവരി 1-ന് ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് നിലവിൽ വന്നതാണ് നീതി ആയോഗ്. മനസ്സിലായല്ലോ. എന്താണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്നുള്ളത് നമുക്ക് പഠിച്ചു വരാം. ഇനി നമുക്ക് ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കണം. നീതി ആയോഗ് എന്നത്, ഇപ്പൊ നമ്മൾ ആസൂത്രണ കമ്മീഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ആസൂത്രണ കമ്മീഷൻ എന്താ പറഞ്ഞത്? ഒരു ഉപദേശക സമിതിയാണ് എന്ന് പറഞ്ഞു അല്ലെ. കാരണം ഭരണഘടന വഴി രൂപം കൊണ്ട ഒരു സ്ഥാപനം അല്ല. അപ്പൊ ഇതെന്താണ്? ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. എങ്കിൽ നീതി ആയോഗും എന്ത് തന്നെയാണ്? ഒരു ഉപദേശക സമിതി തന്നെയാണ് കേട്ടോ. ഉപദേശക സമിതി ആണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അധ്യക്ഷൻ എപ്പോഴും ആരാണ്? അതായത് അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർമാൻ, എങ്ങനെ പറയാം കേട്ടോ. അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർമാൻ ആരായിരിക്കും? അത് പ്രധാനമന്ത്രി ആയിരിക്കും കേട്ടോ. എപ്പോഴും അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർമാൻ പ്രധാനമന്ത്രി ആയിരിക്കും. എന്നാൽ സംസ്ഥാനങ്ങളിലായിരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും അപ്പൊ അതേപോലെ ഇപ്പൊ അധ്യക്ഷൻ നമ്മൾ പറഞ്ഞു പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞു. അപ്പൊ പ്രധാനമന്ത്രി അധ്യക്ഷനായി എങ്കിൽ ഇതിന്റെ കൂടെ പിന്നെ ആരൊക്കെ ഉണ്ടാകും? എല്ലാ സ്റ്റേറ്റും അതായത് 28 സ്റ്റേറ്റിലെയും ആരുണ്ടാകും? CM മുഖ്യമന്ത്രിമാര് ഉണ്ടാകും. ഇനി കേന്ദ്രഭരണ പ്രദേശം എടുത്താൽ, യൂണിയൻ ടെറിട്ടറി എടുത്താൽ അവിടെ ആരാണ്? ലഫ്റ്റനന്റ് ഗവർണർമാരാണ് അല്ലെ. അവിടെ ആരാണ്? ലഫ്റ്റനന്റ് ഗവർണർമാരായിരിക്കും. ഇനി നമുക്കറിയാം 2 UTയിൽ അല്ലെ, 2 യൂണിയൻ ടെറിട്ടറി അതായത് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളില് മുഖ്യമന്ത്രിമാരാണ് അല്ലെ. 2 യൂണിയൻ ടെറിട്ടറിയിലെ മുഖ്യമന്ത്രിമാരാണ്. അവിടെ ലഫ്റ്റനന്റ് ഗവർണർമാർ ആരല്ല? ഏതൊക്കെയാണത്? ഡൽഹി അല്ലെ. ഡൽഹിയിലും മുഖ്യമന്ത്രിയാണ്, പുതുച്ചേരിയിലും മുഖ്യമന്ത്രിമാരാണ്. അവിടെ ലഫ്റ്റനന്റ് ഗവർണർമാരല്ല. കേന്ദ്രഭരണ പ്രദേശമാണെങ്കിലും അവിടെ ഭരിക്കുന്നത് മുഖ്യമന്ത്രിമാരാണ് കേട്ടോ. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് 8 യൂണിയൻ ടെറിട്ടറി ഉണ്ട്. അതിൽ 6 യൂണിയൻ ടെറിട്ടറിയില് ലഫ്റ്റനന്റ് ഗവർണർമാരും ബാക്കിയുള്ള 2 യൂണിയൻ ടെറിട്ടറി ആയ ഡൽഹിയിലും പുതുച്ചേരിയിലും ആരാണ്? മുഖ്യമന്ത്രിമാരും ആയിരിക്കും നീതി ആയോഗിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. ആ ഉപദേശക സമിതിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. പഠിച്ചല്ലോ. അപ്പൊ നീതി ആയോഗ് എന്ന് പറയുന്നത് ഒരു ഉപദേശക സമിതിയാണ് എന്ന് പഠിക്കണം. ആ ഉപദേശക സമിതിയിലെ, അതായത് നീതി ആയോഗിന്റെ ഉപദേശക സമിതിയാണ് എന്ന് പറഞ്ഞു. അതിന്റെ അധ്യക്ഷൻ എപ്പോഴും, അതായത് അല്ലെങ്കിൽ ചെയർമാൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. ആ ഉപദേശക സമിതിയില് 28 സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ ഉണ്ടാകും. പിന്നെ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഉള്ളത്. അതിൽ 6 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണർമാരും ബാക്കിയുള്ള 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രിമാരും ഉണ്ട്. ഇവർ അടങ്ങിയതാണ് ആ ഉപദേശക സമിതി എന്ന് പറയുന്നത്. അവിടെ പഠിച്ചു അല്ലേ. അത്രയും കാര്യങ്ങള്, അടിസ്ഥാന കാര്യങ്ങള് അറിഞ്ഞു വെക്കുക കേട്ടോ. ഇനി നമുക്ക് കറണ്ട് അഫെയറിൽ പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കണം നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ്, അത് ആദ്യം പഠിക്കണം. ചെയർമാൻ മാത്രമല്ല, അതിന്റെ കൂടെ ആരും ഉണ്ടാകും? ഒരു വൈസ് ചെയർമാനും ഉണ്ടാകും.
അപ്പൊ നമുക്ക് 2015 മുതൽ ഇപ്പൊ 2026 വരെ മനസ്സിലായോ? അപ്പൊ 2015 അതിന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു, ആദ്യത്തെ വൈസ് ചെയർമാൻ ആരായിരുന്നു, എങ്കിൽ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്, ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്, ഇപ്പോഴത്തെ സിഇഒ ആരാണ്. നമ്മൾ എപ്പോഴും നീതി ആയോഗ് പഠിക്കുന്ന സമയത്ത് നമ്മൾ കറണ്ട് അഫെയറിൽ പഠിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് ചെയർമാൻ പഠിക്കണം, വൈസ് ചെയർമാൻ പഠിക്കണം, സിഇഒ ആരാന്ന് പഠിക്കണം. ഇത് നമ്മൾ ആദ്യത്തെ ആരാണ് എന്ന് പഠിക്കണം, അവസാനവും ഇപ്പോ ആരാണ് എന്ന്. അതായത് ആദ്യം 2015 ജനുവരി 1 നിലവിൽ വരുമ്പോൾ ആരൊക്കെയായിരുന്നു ഈ 3 പേർ, ഇപ്പോ 2026 കറണ്ട് അഫെയറിൽ ആരൊക്കെയാണ് എന്നുള്ളത് പഠിക്കണം. അത് നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് കറണ്ട് അഫെയർ ലാസ്റ്റ് ഉൾപ്പെടുത്താം കേട്ടോ. പഠിച്ചല്ലോ. ഇനി നമുക്ക് അപ്പൊ ഇവിടെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവിഷൻ ചെയ്യാം. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് പറഞ്ഞു. അതിന് പകരമായിട്ട് 2015 ജനുവരി 1 ഇതിന് പകരമായിട്ട് നീതി ആയോഗ് നിലവിൽ വരുന്നത്. നീതി ആയോഗ് എന്ന് പറയുന്നത് ഒരു ഉപദേശക സമിതിയാണ്. അതിന്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. ആ ഉപദേശക സമിതിയിൽ CM 28 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുണ്ടാകും, 8 യൂണിയൻ ടെറിട്ടറിയിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും ഉണ്ടാകും. ഇതടങ്ങുന്നതാണ് ആ ഉപദേശക സമിതി എന്ന് പറയുന്നത്. അവിടെ ഓക്കെ ആയി അല്ലേ? ഇനി ഇതിന് ചെയർമാൻ ഉണ്ട്, വൈസ് ചെയർമാൻ ഉണ്ട്, സിഇഒ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് പഠിച്ചു വരാം. ഇനി നമുക്ക് ബേസിക് ആയിട്ടുള്ള നീതി ആയോഗിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും നോക്കാം. അപ്പൊ നമ്മൾ പഠിച്ചു, നീതി ആയോഗിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി. അപ്പൊ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, എന്തിനാ വേണ്ടിയിട്ടാണ് ഈ നീതി ആയോഗ് എന്ന 2015 ഇത് നിലവിൽ വരാൻ കാരണം, എന്തൊക്കെയാണ് നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, അതായത് ഒരു 6 ലക്ഷ്യങ്ങളാണ് നീതി ആയോഗിന് ഉള്ളത്. ഒന്ന്, വ്യവസായ സേവന മേഖലകളിൽ സർക്കാരിന്റെ പങ്കാളിത്തം കുറയ്ക്കുക. ഇവിടെ കുറയ്ക്കുക എന്നതാണ്, ഓപ്ഷനിൽ ചിലപ്പോൾ കൂട്ടുക എന്ന് തരും. വ്യവസായ സേവന മേഖലകളിൽ സർക്കാരിന്റെ പങ്കാളിത്തം എന്ത് ചെയ്യണം, കുറയ്ക്കണം. അതാണ് ഒന്ന്. രണ്ടാമത്തെ ലക്ഷ്യം വരുന്നത് മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ എന്ത് ചെയ്യണം, എങ്ങനെയാണ് മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ ഏത് മേഖലയെ, കാർഷിക മേഖലയെ പുരോഗതിയിൽ എത്തിക്കുക കേട്ടോ. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിൽ എത്തിക്കുക. മൂന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പ്രബല മധ്യവർഗത്തെ കേട്ടോ. ഈ ഒരു വാക്ക് നന്നായി ശ്രദ്ധിക്കണം, ഓപ്ഷനിൽ അന്ന് തെറ്റിച്ചതാണ് തന്നിട്ടുണ്ടായിരുന്നത്. നന്നായി പഠിച്ച വ്യക്തിക്ക് മാത്രമേ അന്നത് എഴുതാൻ കഴിയുമായിരുന്നുള്ളൂ. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. പ്രബല മധ്യവർഗത്തെയാണ് കേട്ടോ, പ്രബല മധ്യവർഗത്തെയാണ് സാമ്പത്തിക വളർച്ച നേടാനായിട്ട് പ്രയോജനപ്പെടുത്തുക. അതേപോലെ നാലാമത്തെ ലക്ഷ്യം നമ്മുടെ പ്രവാസി ഇന്ത്യക്കാരുണ്ട് അല്ലേ, ആ പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗപ്പെടുത്തുക കേട്ടോ. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം എന്തിനു ഉപയോഗപ്പെടുത്തണം, സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് കേട്ടോ, സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് പ്രയോജനപ്പെടുത്തുക. അടുത്ത ലക്ഷ്യം വന്നിട്ട് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയിട്ട് നഗരങ്ങളെ കേട്ടോ, ഗ്രാമങ്ങളെയല്ല, നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കിയിട്ട് മാറ്റുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കിയിട്ട് മാറ്റുക. അടുത്ത ലക്ഷ്യം ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ഇങ്ങനെ 6 ലക്ഷ്യങ്ങളാണ് നീതി ആയോഗിൽ വരുന്നത്. അപ്പൊ നീതി ആയോഗിന്റെ 6 ലക്ഷ്യങ്ങൾ നമുക്ക് ഒന്നുകൂടി പഠിക്കാം. വ്യവസായ സേവന മേഖലകളിൽ സർക്കാരിന്റെ പങ്കാളിത്തം കുറയ്ക്കണം. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിൽ എത്തിക്കണം. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രാപ്തനാണ്. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക. ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആഗോള മാറ്റം അതുപോലെ വിപണി ശക്തികളെയൊക്കെ നേരിടാൻ നമ്മുടെ ഇന്ത്യയെ എന്ത് ചെയ്യണം, നമ്മുടെ രാജ്യത്തിനെ അതൊക്കെ നേരിടാനാക്കിയിട്ട് പ്രാപ്തമാക്കണം. ഇതൊക്കെയാണ് നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ. ഇനി നീതി ആയോഗിന്റെ ഭരണസമിതിയെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. നീതി ആയോഗിന്റെ ഭരണസമിതിയിൽ ആരൊക്കെയാണ് അംഗങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഭരണസമിതി പഠിക്കണം. അതിൽ ഒന്ന് 28 സംസ്ഥാനങ്ങളിലെയും, അതായത് എല്ലാ സംസ്ഥാനങ്ങളിലെയും ആരാണ്, മുഖ്യമന്ത്രിമാർ.
ഓക്കെ, എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ വേണം. അതുപോലെ 8 യൂണിയൻ ടെറിട്ടറി ഉണ്ട് അല്ലെ, 8 യൂണിയൻ ടെറിട്ടറി ഉണ്ട്, അതിലെ എല്ലാം ലഫ്റ്റനന്റ് ഗവർണർമാർ വേണം. പിന്നെ ആരാണ്? 28 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരായി, 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരായി. അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഒരു ഉപാധ്യക്ഷൻ അല്ലെ, അതായത് വൈസ് ചെയർമാൻ എന്ന് പറയും അല്ലെ, ഒരു ഉപാധ്യക്ഷൻ ഉണ്ടാവും. ആരാ നിയമിക്കുക? അത് അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർമാൻ അംഗമുള്ള പ്രധാനമന്ത്രി തന്നെയായിരിക്കും ഉപാധ്യക്ഷനെ നിയമിക്കുന്നത്. പിന്നെ സ്ഥിരം അംഗങ്ങൾ ഉണ്ടാകും, സ്ഥിരം അംഗങ്ങൾ ഉണ്ടാകും. അടുത്തതില് ഒരു 4 അനൗദ്യോഗിക അംഗങ്ങൾ ഉണ്ടാകും, 4 അനൗദ്യോഗിക അംഗങ്ങൾ ഉണ്ടാകും. പിന്നെ ഒരു സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ടാകും കേട്ടോ, സ്പെഷ്യൽ ഇൻവൈറ്റീസ് കേട്ടോ. അതായത് സ്പെഷ്യൽ ഇൻവൈറ്റീസ്, അതായത് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം 2018 പ്രകാരമാണ് സ്പെഷ്യൽ ഇൻവൈറ്റീസിനെ ഉൾപ്പെടുത്തിയത്, അതായത് സ്ഥിരം ക്ഷണിതാക്കള് കേട്ടോ. പിന്നെ ഒരു CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഉണ്ടായിരിക്കും കേട്ടോ. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും ഈ 7 കാറ്റഗറി വരുന്ന അംഗങ്ങളാണ് ഭരണസമിതിയിൽ ഉണ്ടാകുക. അതിൽ നമ്മൾ പഠിച്ചത് 28 സംസ്ഥാനങ്ങൾ, അങ്ങനെ പഠിക്കേണ്ട, എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഫ്റ്റനന്റ് ഗവർണർമാർ, ഒരു വൈസ് ചെയർമാൻ, ഒരു CEO, അത് അവിടെ ആദ്യം പഠിക്കും. ഒരു വൈസ് ചെയർമാനും CEOയും പഠിച്ചു. പിന്നെ സ്ഥിരാംഗങ്ങളുണ്ട്, 4 അനൗദ്യോഗിക അംഗങ്ങളുണ്ട്, ഒരു സ്പെഷ്യൽ ഇൻവൈറ്റീസും ഉണ്ടായിരിക്കും. മനസ്സിലായോ? അതായത് ഈ 4 അനൗദ്യോഗിക അംഗങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നിയമിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാർ ആയിരിക്കും കേട്ടോ. 4 കേന്ദ്രമന്ത്രിമാർ അടങ്ങുന്നതാണ് 4 അനൗദ്യോഗിക അംഗങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അവിടെ പഠിക്കണം. നിയമിക്കുന്നത് പ്രധാനമന്ത്രി തന്നെയാണ്. ചീഫ് എക്സിക്യൂട്ടീവിനെ നിയമിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അവരെ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ഈ ഉപാധ്യക്ഷനെ നിയമിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. 4 അനൗദ്യോഗിക അംഗങ്ങളെ നിയമിക്കുന്നതും, 4 അനൗദ്യോഗിക അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ 4 കേന്ദ്രമന്ത്രിമാരാണ്, അവരെ നിയമിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ പഠിച്ചു വെക്കുക. അതേപോലെ നമ്മുടെ ഇന്ത്യയുടെ ഒരു പോളിസി കമ്മീഷൻ ആണ് കേട്ടോ. ഇന്ത്യയുടെ ഒരു പോളിസി കമ്മീഷൻ എന്ന് ചോദിച്ചാൽ അത് ആരാണ്? അത് നീതി ആയോഗാണ്. ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നത്, ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നതും നീതി ആയോഗാണ്. അപ്പൊ നീതി ആയോഗിന്റെ 2 വിശേഷണങ്ങളാണ്. പോളിസി കമ്മീഷൻ, ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഏത് എന്ന് ചോദിച്ചാൽ തെറ്റാൻ പാടില്ല, നീതി ആയോഗാണ്. ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നതും നീതി ആയോഗാണ്. ആയോഗില് അതേപോലെ മുഴുവൻ സമയ അംഗങ്ങൾ എന്ന് പറയുന്നത് ആരൊക്കെ എന്ന് ചോദിച്ചാൽ, നീതി ആയോഗില് മുഴുവൻ സമയം അംഗങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത് ഒന്ന് VK സരസ്വതും അതേപോലെ രമേശ് ചന്ദ്, VK പൗൾ, ഈ 3 പേരാണ് നീതി ആയോഗില് മുഴുവൻ സമയ അംഗങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത്. ഇനി എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത്, ആരൊക്കെയെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ 4 കേന്ദ്രമന്ത്രിമാർ എന്ന് പറഞ്ഞില്ലേ, അവരാണ്. അതില് ആരൊക്കെയാണ്? ഒന്ന് രാജ്നാഥ് സിംഗും അമിത്ഷാ, നിർമ്മല സീതാരാമൻ, നരേന്ദ്ര സിംഗ് തോമർ, ഇവരാണ് ഈ 4 പേരാണ് എന്ത് ചെയ്യുന്നത്? എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് ഉള്ളത്. ഇനി നമ്മള് സ്പെഷ്യൽ ഇൻവൈറ്റീസ് എന്ന് പറഞ്ഞു അല്ലെ, അതായത് പ്രത്യേക ക്ഷണിതാക്കൾ എന്ന് പറഞ്ഞു. ആ പ്രത്യേക ക്ഷണിതാക്കൾ വരുന്നത് ആരൊക്കെയാണ്?
നിതിൻ ഗഡ്കരിയും പീയൂഷ് ഗോയൽ ഇന്ദർജിത് സിംഗ് വീരേന്ദ്ര കുമാർ അശ്വിനി വൈഷ്ണവ് കേട്ടോ. അശ്വിനി വൈഷ്ണവ് ഇവരാണ് പ്രത്യേക ക്ഷണിതാക്കളായിട്ട് ഉള്ളത്. അത്രയും കാര്യങ്ങൾ അവിടെ പഠിക്കുക. ഈ 3 കാറ്റഗറി കേട്ടോ. മുഴുവൻ സമയ അംഗങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ വി കെ സരസ്വതും രമേശ് ചന്ദും ബി കെ പൗളുമാണ്. വി കെ സരസ്വത് ആൻഡ് രമേശ് ചന്ദ്, ബി കെ പൗള്. എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ടുള്ള 4 കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള രാജ്നാഥ് സിംഗ്, അമിത്ഷാ, നിർമ്മല സീതാരാമൻ, നരേന്ദ്ര സിംഗ് തോമർ. പ്രത്യേക ക്ഷണിതാക്കളായിട്ട് വരുന്നത് നിതിൻ ഗഡ്കരിയും പീയൂഷ് ഗോയൽ, ഇന്ദർജിത് സിംഗ്, അതേപോലെ വീരേന്ദ്രകുമാർ, അശ്വിനി വൈഷ്ണവ് എന്നിവരാണ്. അത്രയും കാര്യങ്ങൾ അവിടെ നോക്കി. ഇനി നമുക്ക് പഠിക്കേണ്ടത് 2022-23 ആ കാലഘട്ടത്തില് നീതി ആയോഗ് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് പുറത്തിറക്കിയ ഒരു പദ്ധതി ഉണ്ട്. നീതി ആയോഗ് 2022-23 നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇറക്കിയ ഒരു പദ്ധതിയാണ് ദ സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ at 75. Okay, the strategy for new India at 75 എന്നത് 2022-23 ഇന്ത്യക്ക് വേണ്ടിയിട്ട് നീതി ആയോഗ് പുറത്തിറക്കിയ ഒരു പദ്ധതിയാണ്. ഇതൊരു പദ്ധതി. ഇനി ഈ നീതി ആയോഗിന്റെ കീഴിൽ ഒരു സ്ഥാപനം വർക്ക് ചെയ്യുന്നുണ്ട്. നീതി ആയോഗിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് നിലേർട്ട് എന്ന് പറയുന്നത്. എന്താണ് നിലേർട്ട്? എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലേബർ ഇക്കണോമിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കേട്ടോ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആണ് കേട്ടോ. ലേബർ ഇക്കണോമിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, ഇതാണ് നീലേർട്ടിന്റെ ഫുൾ ഫോം. പ്രീവിയസ് ചോദ്യമാണ്. നീതി ആയോഗിന് കീഴിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ നിലേർട്ട് ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ഇക്കണോമിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അത്രയും കാര്യങ്ങൾ അവിടെ നോക്കി വെക്കുക. എങ്കിൽ നമുക്ക് നീതി ആയോഗിന്റെ കറന്റ് അഫെയറും അതേപോലെ 2015 ജനുവരി 1 നിലവിൽ വരുമ്പോഴുമുള്ള അംഗങ്ങൾ ആരൊക്കെയെന്ന് നോക്കാം. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വരുമ്പോൾ അതിന്റെ ചെയർമാൻ ആയിട്ട് നരേന്ദ്രമോദി ആണ്. ഓക്കെ, എങ്കിൽ ഇപ്പോഴും ചെയർമാൻ ആര് തന്നെയാണ് കറണ്ട് അഫെയറിൽ പഠിക്കേണ്ടത്? നരേന്ദ്രമോദി തന്നെയാണ്. ഇനി വൈസ് ചെയർമാൻ അല്ലെങ്കിൽ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ആദ്യം 2015 മുതൽ 2017 വരെ അരവിന്ദ് പനഗരിയ, രണ്ടാമത് രാജീവ് കുമാർ ആയിരുന്നു കേട്ടോ. അപ്പൊ ഫസ്റ്റത്തെ അങ്ങനെയും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നീതി ആയോഗിന്റെ ലിസ്റ്റ് തന്നിട്ട് കേട്ടോ, അതേപോലെ ലിസ്റ്റ് തന്നിട്ട് ഇതിൽ ആരാണ് ഉൾപ്പെടാത്തത് എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ അല്ലെങ്കിൽ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ആദ്യം അരവിന്ദ് പനഗരിയ ആയിരുന്നു. രണ്ടാമത് വന്നത് രാജീവ് കുമാർ ആണ്. ഇപ്പോ പഠിക്കേണ്ടത് സുമൻ ബെറി ആണ് കേട്ടോ. കറണ്ട് അഫെയറിൽ പഠിക്കേണ്ടത് സുമൻ ബെറി. അപ്പൊ മൂന്നാമത് ആരാണ്? സുമൻ ബെറി. അപ്പൊ വൈസ് ചെയർമാൻ ലിസ്റ്റിൽ ആരൊക്കെയാണ്? അരവിന്ദ് പനഗരിയ, രാജീവ് കുമാർ, ഇപ്പോ സുമൻ ബെറി. അവിടെ പഠിച്ചല്ലോ. ഇനി സിഇഒ ആയിട്ട്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ട് ആദ്യം വന്നത് 2015 ജനുവരി 1 നീതി ആയോഗ് വന്നത്. അപ്പൊ അതിന്റെ ആദ്യത്തെ സിഇഒ സിന്ധുശ്രീ ഗുള്ളർ ആണ്. രണ്ടാമത് അമിതാഭ് കാന്ത് ആണ്. മൂന്നാമത് പരമേശ്വരൻ അയ്യർ ആണ്. ഇപ്പൊ കറന്റ് അഫെയറിൽ പഠിക്കേണ്ടത് BVR സുബ്രഹ്മണ്യം ആണ് കേട്ടോ. BVR സുബ്രഹ്മണ്യം ആണ് നീതി ആയോഗിന്റെ സിഇഒ എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പൊ ഈ 2026 ഏപ്രിൽ മാസം മുതൽ തുടങ്ങിയിട്ട് 2026 ഏപ്രിൽ മാസം തുടങ്ങിയിട്ട് BVR സുബ്രഹ്മണ്യത്തിന് പകരം ഇപ്പോൾ ഇതിന്റെ അഡീഷണൽ ചാർജ്, അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ
സ്ഥാനം വഹിക്കുന്നത് ആരെ എന്ന് ചോദിച്ചാൽ അത് നിധി ചിബ്ബർ ആണ് കേട്ടോ. ആരാണ്? നിധി ചിബ്ബർ ആണ് കേട്ടോ. നിധി ചിബ്ബർ ആണ്. അഡീഷണൽ ചാർജ് ആണ്. ഉപാധ്യക്ഷനായിട്ട് നിയമിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഒരു അഡീഷണൽ ചാർജ് ആണ് കൊടുത്തിരിക്കുന്നത് നിധി ചിബ്ബറിന് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പഠിക്കേണ്ടത്. നീതി ആയോഗിന്റെ ആദ്യത്തെ ചെയർമാൻ നരേന്ദ്രമോദി, ഇപ്പോഴും നരേന്ദ്രമോദി. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ സുമൻ ബെറിയാണ്. ഇപ്പോഴത്തെ സിഇഒ ആരെന്ന് ചോദിച്ചാൽ BVR സുബ്രഹ്മണ്യം ആണ്. എന്നാൽ അദ്ദേഹത്തിന് പറയും ഇപ്പോൾ അഡീഷണൽ ചാർജ് കൊടുത്തിരിക്കുന്നത് നിധി ചിബ്ബർ ആണ്. ഇനിയിപ്പോ കറന്റ് ആയിട്ട് ആരാണോ പോസ്റ്റ് ചെയ്യുന്നത് അതായിരിക്കും കറക്റ്റ് ആയിട്ട് ആൻസർ വരിക. ഇപ്പൊ പഠിക്കേണ്ടത് ഈ രീതിയിലാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിക്കുക. ഇതെല്ലാം ചോദിച്ച ചോദ്യങ്ങളാണ്. സിന്ധുശ്രീക്കുള്ള അമിതാഭ് കാന്ത്, പരമേശ്വര അയ്യർ കേട്ടോ. പരമേശ്വര അയ്യർ കേട്ടോ. അതേപോലെ ഇതൊരു പ്രീവിയസ് ആയിട്ട് ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അത് നോക്കണം. അരവിന്ദ് പനഗരിയുടെ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്, ഇന്ത്യ ദി എമർജിംഗ് ജയന്റ് എന്നത് കേട്ടോ. അരവിന്ദ് പനഗരിയുടെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് ഇന്ത്യ എമർജിംഗ് ജയന്റ് കേട്ടോ. അതൊന്ന് അവിടെ നോക്കി വെക്കണം. അതേപോലെ അമിതാഭ് കാന്തിന്റെ പ്രശസ്തമായ പുസ്തകങ്ങളും ഉണ്ട്, അത് പഠിക്കുക. ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ബ്രാൻഡിങ് ഇന്ത്യ ആൻഡ് ഇൻക്രെഡിബിൾ സ്റ്റോറി കേട്ടോ. അമിതാഭ് കാന്തിന്റെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് ബ്രാൻഡിങ് ഇന്ത്യ കേട്ടോ, ആൻഡ് ഇൻക്രെഡിബിൾ സ്റ്റോറി. അതേപോലെ ഇൻക്രെഡിബിൾ ഇന്ത്യ 2.0 കേട്ടോ, സിനർജീസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഗവേണൻസ്. അതാണ് രണ്ടാമത്തെ പുസ്തകം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നീതി ആയോഗിനെ കുറിച്ചിട്ട് പഠിക്കേണ്ടത്. എങ്കിൽ നമുക്ക് പുതിയ SCERT നീതി ആയോഗിനെ കുറിച്ച് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. നീതി ആയോഗിന്റെ ഈ ഫുൾ ഫോം നല്ല രീതിയിൽ നോക്കി പറ്റിക്കുക. ഒരുപാട് പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നാഷണൽ ആണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ കേട്ടോ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് MING ഇന്ത്യ, ഇതാണ് അതിന്റെ ഫുൾ ഫോം. ആസൂത്രണ കമ്മീഷന് പകരമായി 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നു. അതിന്റെ ലക്ഷ്യം എന്തൊക്കെയാണ്? സാമ്പത്തിക വളർച്ച, സാമൂഹിക ക്ഷേമം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിലൂടെ ഇന്ത്യയെ രൂപാന്തരപ്പെടുത്തുക എന്നതാണ് നീതി ആയോഗ് ലക്ഷ്യമിടുന്നത്. അതിന്റെ ഘടന എന്താണെന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി അധ്യക്ഷനാണ്. ഇതിൽ എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും അംഗങ്ങളായിട്ട് ഉൾപ്പെടുന്നു. കൂടാതെ ഉപാധ്യക്ഷൻ ആരാണ്? ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ നമ്മൾ പറഞ്ഞത് ആരാണ്? ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ എന്ന് പറഞ്ഞത് സുമൻ ബെറി അല്ലെ. അതുപോലെ പാർട്ട് ടൈം അംഗങ്ങൾ ഉണ്ട് അല്ലെ, പാർട്ട് ടൈം അംഗങ്ങൾ ഉണ്ട്. പിന്നെ അനൗദ്യോഗിക, നമ്മൾ പറഞ്ഞു 4 അനൗദ്യോഗിക അംഗങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരും ഘടനയിൽ ഉണ്ട് കേട്ടോ. പാർട്ട് ടൈം അംഗങ്ങളുണ്ട്, പിന്നെ അനൗദ്യോഗിക അംഗങ്ങളുണ്ട്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ട്, ഉപാധ്യക്ഷനുണ്ട്, അധ്യക്ഷനുണ്ട് അല്ലെ. ഇത്രയും അംഗങ്ങൾ അടങ്ങുന്നതാണ്. ഇനി പങ്കാളിത്തവും വികസന ലക്ഷ്യങ്ങളും എന്താണ്? ഇവരുടെ വികസന ലക്ഷ്യം, കാഴ്ചപ്പാട്? ഇന്ത്യയുടെ വികസന മുൻഗണനകൾക്കും പദ്ധതികൾക്കും കാഴ്ചപ്പാട് സൃഷ്ടിക്കുക, സുസ്ഥിര വികസനവും സമഗ്ര വളർച്ചയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ശ്രദ്ധിക്കണം. ഇന്ത്യയുടെ വികസന മുൻഗണനകൾക്കും പദ്ധതികൾക്കും കാഴ്ചപ്പാട് സൃഷ്ടിച്ചുകൊണ്ട് സുസ്ഥിര വികസനവും സമഗ്ര വളർച്ചയും പ്രോത്സാഹിപ്പിക്കുക. ഇനി എങ്ങനെയാണ് നയങ്ങൾ രൂപീകരിക്കുന്നത്? തന്ത്രപരവും ദീർഘകാലമാണ്, ഹ്രസ്വമല്ല കേട്ടോ, ദീർഘകാലവുമായ നയങ്ങളും പരിപാടികളും വികസിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നതാണ് നീതി ആയോഗിന്റെ ചുമതല എന്ന് പറയുന്നത്. ആസൂത്രണ കമ്മീഷന് പകരമായി നീതി ആയോഗ് 2015 ജനുവരി 1 നിലവിൽ വന്നു. ഇന്ത്യയുടെ വികസന മുൻഗണനകൾക്കും പദ്ധതികൾക്കും കാഴ്ചപ്പാട് സൃഷ്ടിക്കുക, സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുക എന്നിവ നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്. ഇതാണ് നീതി ആയോഗിനെ കുറിച്ചിട്ട് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ന്യൂ SCERT കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ നീതി ആയോഗ് എന്ന ടോപ്പിക്ക് കഴിഞ്ഞു. 4 ടോപ്പിക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. 4 മാർക്കിനുള്ളതാണ് ഇവിടെ വരുന്നത് കേട്ടോ. 4 ടോപ്പിക് എന്ന് പറഞ്ഞാൽ 4 മാർക്കാണ് കേട്ടോ. അതായത് ഒരു 1.5 മണിക്കൂർ ആകുമ്പോഴേക്ക് തന്നെ നമ്മൾ 100-ൽ 4 മാർക്ക് നമ്മൾ അവിടെ സ്വന്തമാക്കി. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? 5 ആകണം, 6 ആകണം, 7 ആകണം, അങ്ങനെ 50 മാർക്കിനുള്ള നമ്മൾ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ്. ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും മലയാളത്തിന്റെ ഒക്കെ നമ്മൾ വരുന്നുണ്ട്, ഒപ്പം പഠിച്ചു വരിക. അതുപോലെ നമ്മുടെ പുതിയ SCERT ഇന്ത്യൻ ഭരണഘടന കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കേരള ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്, നോട്ട്സ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ബയോളജിയിൽ ഒരു 14 ലെസണോളം അതെടുത്ത് തന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയാണ് ഇപ്പൊ എടുത്തുകൊണ്ട് പോകുന്നത് കേട്ടോ. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക, കമന്റുകൾ എഴുതി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ